വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 15. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു സ്നേഹത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ക്രിസ്തു ഒരു പുതിയ കൽപ്പന ലോകത്തിന് നൽകി. ആ കൽപ്പനയാകട്ടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാകുന്നു. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തു എപ്രകാരമാണ് നമ്മെ സ്നേഹിച്ചത് എന്നറിയാം. അതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണം കാൽവരി മലയുടെ പെരുമാറിലാണ്. അവിടുന്ന് ജീവൻ ഹോമിച്ചുകൊണ്ട് നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മെ പഠിപ്പിച്ചു. നാമും സ്നേഹത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ മനസ്സാകുമ്പോൾ നമ്മുടെ ജീവിതവും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് യോഗ്യമായി തീരും. യേശു പറയുന്നു, ഞാൻ ഇനിമേൽ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിക്കും. സ്നേഹത്തിന് കാരണമായവരാണ് സ്നേഹിതർ. അതെ, ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവരെല്ലാം സ്നേഹിതരാണ്. നമ്മുടെ സ്നേഹിതർക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണം. ക്രിസ്തുവിൻ്റെ കൃപയുടെ ബലവും ക്രിസ്തു ചൈതന്യത്തിൻ്റെ പൂർണ്ണതയും ഉണ്ടാകണം. ക്രിസ്തു മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, അംഗീകരിക്കുവാൻ, ഒപ്പം ക്രിസ്തുവിൻ്റെ മനസ്സിനൊത്ത് പിതാവിൻ്റെ തിരിഹിതം നിറവേറ്റുവാൻ നമ്മൾ സന്നദ്ധരാകുമ്പോൾ ആ സ്നേഹിതൻ എന്ന വാക്കിന് നമ്മൾ അർത്ഥവും ഭാവവും നൽകുന്നു. യേശു പറയുന്നു, പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. നാം ഇനി ചെയ്യേണ്ട പ്രവൃത്തി എന്തെന്നോ, പിതാവിൽ നിന്ന് ക്രിസ്തു നമ്മെ അറിയിച്ചവ അനുസരിച്ച് നാം ജീവിക്കുക എന്നതാണ്. നാം വചനാധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിൻ്റെ തിരിഹിതത്തിന് വിധേയപ്പെടുന്നവരും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരുമായി രൂപാന്തരപ്പെടുക. നാം നന്മയുടെ ഫലം പുറപ്പെടുവിക്കുന്നവരാകാൻ ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുണ്ടാവുക തന്നെ വേണം. യേശു പറയുന്നു, പിതാവിനോട് ചോദിക്കുന്ന എന്തും നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. എന്നാൽ ഏറ്റവും പരമോന്നതമായ കൃപ ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നൽകുന്നത് പരസ്പരം സ്നേഹിക്കുവിൻ എന്നതാണ്. മറ്റെല്ലാ കൽപ്പനകളെക്കാൾ ഉപരിയായ കൽപ്പന അത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. പരസ്പരം സ്നേഹിക്കുമ്പോൾ അവിടെ വിദ്വേഷത്തിനോ പകയ്ക്കോ സ്ഥാനമില്ല. പരസ്പരം സ്നേഹിക്കുമ്പോൾ അവിടെ ഹൃദയപൂർവ്വം പൊറുക്കുവാനും മാപ്പ് നൽകുവാനും കഴിയുന്നു. പരസ്പരം സ്നേഹിക്കുമ്പോൾ നാം ദൈവ മനുഷ്യ സ്നേഹബന്ധത്തിൽ നിലകൊള്ളുന്നു. നാം പരസ്പരം സ്നേഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷ ദൈവിക നന്മയുടെ ഭാഷയാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ കൂടുതൽ നന്മയുള്ള മനുഷ്യരായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ദൈവം നമ്മെ നിരുപാധികം സ്നേഹിക്കുന്നത് പോലെ ദൈവമക്കളായ നമ്മൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ നമ്മെ ക്ഷണിക്കുന്നു. സ്നേഹം ഒരിക്കലും ആരെയും മുറിപ്പെടുത്തുന്നില്ല. സ്നേഹം വൈരാഗ്യമോ വിദ്വേഷമോ പുലർത്തുന്നില്ല. മറിച്ച് സ്നേഹം സഹിഷ്ണുതയാണ്. അത് സഹനം ഏറ്റെടുത്തുകൊണ്ട് ഉൾക്കൊള്ളുന്ന കൃപാവരമാണ്. ക്രിസ്തു ഭൂമിയെ സ്നേഹിച്ചത് അപ്രകാരമായിരുന്നു. തൻ്റെ ശരീരത്തിൽ എല്ലാ പീഡകളും മുറിവുകളും ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. ആകയാൽ നാമും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ഈ തീർത്ഥയാത്ര നമുക്കും തുടരാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.